ശബരിമലയിൽ നടന്ന ഗുരുതരമായ സാമ്പത്തിക അഴിമതികളും ക്രമക്കേടുകളും വീണ്ടും ഭരണസിരാ കേന്ദ്രങ്ങളെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. സന്നിധാനത്തെ നെയ്വാങ്ങലുമായി ബന്ധപ്പെട്ട് നടന്ന വൻ തട്ടിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും മുൻ അംഗം A അജികുമാറും ഉടൻ പ്രതികളാകും. കേരള ഹൈക്കോടതിയുടെ കർശന നിലപാടിനെ തുടർന്ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഉടൻ തന്നെ FIR സമർപ്പിക്കും. ഇടപാടുകളിൽ വൻതോതിൽ ടെൻഡർ മറിമറിക്കലും ക്രമക്കേടുകളും നടന്നതായി ദേവസ്വം വിജിലൻസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരുന്നു. മിൽമയിൽ നിന്ന് ആവശ്യമില്ലാത്ത അളവിൽ ഉയർന്ന തുകയ്ക്ക് നെയ്യ് സംഭരിക്കാൻ കൂട്ടുനിന്നതിലൂടെ ദേവസ്വം ബോർഡിന് 2.27 കോടി രൂപയുടെ ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. നിലവിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനു മേൽ കൂടുതൽ നിയമോപദേശങ്ങൾ മുറുക്കുന്നതിനാണ് ഈ പുതിയ കേസ് വഴിവെക്കുന്നത്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന പരേതനായ മുരാരി ബാബുവും കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്നു. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം നൽകിയ 3-അംഗ മേൽനോട്ട പട്ടികയിൽ നിന്ന് SP മാരായ ജുബനപുടി മഹേഷ്, MJ സോജൻ, R ബിനു എന്നിവരടങ്ങുന്ന വിജിലൻസ് സംഘമാണ് കേസ് വിശദമായി അന്വേഷിക്കുന്നത്. ശബരിമലയിലെ മെയിൻ സ്റ്റോറിലേക്ക് സാധനങ്ങൾ വാങ്ങിയതിൽ 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 10 ലക്ഷത്തിലധികം രൂപയുടെ മറ്റ് ക്രമക്കേടുകൾ വേറെയും നടന്നതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സന്നിധാനത്തെ മെയിൻ സ്റ്റോറിലേക്ക് ആവശ്യമുള്ളതിന്റെ 5 ഇരട്ടിയോളം സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയതും ഇതിന്റെ മറവിൽ ഭക്തരുടെ പണം തട്ടിയെടുത്തതും സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്ന് വ്യക്തമായി. കരാറുകളിൽ കൃത്രിമം കാണിച്ച് വൻതോതിൽ വാങ്ങിയതിൽ 1.5 ലക്ഷത്തോളം ലിറ്റർ നെയ്യ് വിപണിയിൽ മറിച്ചുവിറ്റതായുള്ള ഗൗരവകരമായ സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ശബരിമലയിലെ പുണ്യ വഴിപാടുകളെയും ഭക്തരുടെ വിശ്വാസങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയ അഴിമതികളുടെ പരമ്പര തന്നെയാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തുവരുന്നത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് തൊട്ടു പിന്നാലെ നെയ്യ് സംഭരണത്തിലും കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയത് ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യതയെ വലിയ ചോദ്യചിഹ്നത്തിലാക്കുന്നു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വിജിലൻസ് പ്രത്യേക സംഘം കേസ് ഏറ്റെടുക്കുന്നതോടെ ഉന്നത തസ്തികകളിൽ ഇരുന്നവർക്ക് പോലീസിന്റെയും നിയമത്തിന്റെയും പിടിയിൽ നിന്ന് ഇനി എളുപ്പത്തിൽ ഊരിപ്പോരാനാകില്ല. അനാവശ്യമായി ലക്ഷക്കണക്കിന് ലിറ്റർ നെയ്യ് വാങ്ങിക്കൂട്ടി കോടികളുടെ ചോർച്ച ബോർഡിനുണ്ടാക്കിയതിനാലും അത് സന്നിധാനത്ത് നിന്ന് മറച്ചുവിറ്റതിലും പങ്കാളികളായ മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പൊതുമുതലും ഭക്തരുടെ കാണിക്കപ്പണവും കൊള്ളയടിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത് ഭാവിയിൽ ഇത്തരം ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ മുന്നറിയിപ്പാകും.